ആ മനുവേ. ആ ചേച്ചി. ആ ബിൻചേട്ടൻ കൂടെ ഉണ്ടായിരുന്നോ? എന്തൊക്കെയുണ്ട് ചേട്ടാ? ഓ എന്ത് പറയാനാ മോളെ, മഴയും വെള്ളമൊക്കെ അല്ലായിരുന്നു ഇങ്ങനെ ഇരിക്കുന്നു. ഓ മഴയും വെള്ളമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? മൂത്തവൻ ബിസിനസ് അല്ലേ ചെയ്യുന്നത്. ഇളയമോൻ രക്ഷപ്പെട്ടില്ലെങ്കിലും. അതെ അതെ, അവന് കഴിവുണ്ടായിരുന്നു അതുകൊണ്ട്. എടാ മനുവേ, ഇങ്ങനെ കളിച്ച് നടന്നാ മതിയോ? അതങ്ങനെ പഠിക്കാൻ വിട്ടുമ്പം പഠിക്കണ്ടേ. അതെ, നമുക്കൊരു സർജറി വേണ്ടി വരും. ആ പിന്നെ എക്സ്പെൻസിന്റെ കാര്യമൊക്കെ താഴത്തെ ഫ്ലോറിൽ ചോദിച്ചാൽ മതി. ഓക്കെ. ഹലോ ചേട്ടാ, അച്ഛനൊരു വയ്യാഴിക, എന്നിട്ട് ഹോസ്പിറ്റലാ. സർജറി വേണമെന്നാ പറയുന്നത്. ഒരു 5 ലക്ഷം രൂപയെങ്കിലോ ചേട്ടനിൽ പൈസ എന്തെങ്കിലും ഉണ്ടാവും? എടാ അതൊരു അത്യാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കുക. അല്ല, ഇവരെ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. എടാ അതൊക്കെ എന്റെ ഫാമിലിക്ക് മാത്രമേ ഉള്ളടാ. എനിക്കും എന്റെ ഭാര്യയ്ക്കും. അവിടെ എന്നാന്ന് വെച്ചാൽ നീ അങ്ങ് മാനേജ്. അതൊക്കെ എന്റെ ഫാമിലിക്ക് മാത്രമേ ഉള്ളടാ. കുറച്ച് നിലം വെക്കേണ്ടി വന്നെങ്കിലും അച്ഛനെ കുറഞ്ഞല്ലോ, സമാധാനമായി. ഈ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോഴേ നിലം വെക്കാൻ നിൽക്കാതെ മുൻകൂട്ടി ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുക. എടാ നിനക്കറിയാവുന്ന ഏതെങ്കിലും ഉണ്ടോ? ഒരുപാട് പൈസയാവും. ഇല്ലടാ, മാസം 400-500 രൂപ വരെ പേ ചെയ്താൽ 1 കോടി കവറേജ് കിട്ടുന്ന പ്ലാനുണ്ട്. ലിങ്ക് ബയോയിലുണ്ട്. നീ അതും കമ്പയർ ചെയ്ത് നിനക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നു എടുത്തു. അമ്മയ്ക്ക് ഷുഗർ ഒക്കെ ഉണ്ട്, അത് കുഴപ്പമുണ്ടോ? ഷുഗർ BP പോലുള്ള പ്രീസിസ് ഡിസീസിനെ വേറെ പ്ലാനുണ്ട്. അതിന് പ്രത്യേകിച്ച് മെഡിക്കൽ ചെക്കപ്പിൻ്റെ ആവശ്യമില്ല. എനിക്കാണ് അതിനെ പറ്റി ഒന്നും അറിയത്തുമില്ല. ടെൻഷൻ അടിക്കണ്ട, ലൈൻ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ട്. എടാ അങ്ങനെയാണെങ്കിലേ അച്ഛനും അമ്മയ്ക്കും എടുത്താലോ? ഇപ്പോൾ ആകുമ്പം 25% ഡിസ്കൗണ്ട് ഉണ്ട്. പ്രീമിയം EMI ആയിട്ട് അടയ്ക്കാം. നീ എടുത്തു. ശരിടാ. എടാ നിലം പോയി നിനക്ക് സങ്കടമില്ലേ? ഒരുപാട് കഷ്ടപ്പെട്ട സ്ഥലമല്ലേ. നീ മറിച്ചും ചിന്തിച്ചു നോക്കിയേ.